ബ്രോ എനിക്കൊരു സ്കില്ലും ഇല്ല. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നെത്തി. എങ്ങനെ എന്റെ സ്കില്ല് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്ന് കുറേ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ബിടെക് കഴിഞ്ഞ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു മേഖല സെലക്ട് ചെയ്ത് അതിൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ച് അതിൽ ഇഷ്ടം വരുന്നത്. എനിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി വരുന്നത്. സോ അത് എങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് വീഴുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സൈബർ സെക്യൂരിറ്റി സാധനം ആണ് ഇഷ്ടമെങ്കിൽ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രീ കോഴ്സ് യു സ്റ്റാർട്ട് ലേണിംഗ്. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രീ ലേണിംഗ് കോഴ്സസ് ഉണ്ട്. ആ ലേണിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായി ഈ സംഭവം എൻ്റെ തലയിൽ കയറി ഇരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ യു ഡു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ യു ഡു ഡേറ്റ അനലിറ്റിക്സ്, യു ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ടാവും. അല്ല എല്ലാം റെഡിയായ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടെത്താൻ പോകുന്നില്ല. എവിടെയെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു സാധനം കണ്ടെത്താം. മേ ബി അത് ഇലക്ട്രോണിക്സിലെ സെമി കണ്ടക്ടർ ആവാം, EV ബാറ്ററി ടെക്നോളജി ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡേറ്റ അനലിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ അതേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആവാം, സൈബർ സെക്യൂരിറ്റി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക്കലി യു ഹാവ് ടു ഡെഡിക്കേറ്റ് യുവർ സം പോർഷൻ ഓഫ് ദ ടൈം ടു ഫൈൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് യു. അങ്ങനെ കണ്ടുപിടിച്ചാൽ ലിങ്ക്ഡിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കയറി ആ ലിങ്ക്ഡിൻ്റെ പോസ്റ്റ് വായിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന് തലവലിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് വിടും. സോ again I am telling that do spend some valid amount of time in researching your skill. ആ സ്കില്ല് കണ്ടെത്താനായിട്ട് കുറച്ച് സമയം എടുക്കുക. അല്ല എടുക്കാതെ നമ്മളൊന്നും ആരും വായിൽ ഉരുട്ടി നമുക്ക് വെച്ച് തരില്ല. സോ ആ സ്കില്ല് കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഫ്രീ സോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇരുന്ന് മെനക്കെടുക. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമുക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് അപ്ലൈ വിടുക. മനസ്സിലായി? എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ നമുക്ക് ജീവിതത്തിൽ കിട്ടുള്ളൂ. അതിലെല്ലാം തികഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കിട്ടുന്ന ഒരു രക്ഷയില്ല. സോ ഡു യുവർ വർക്ക്, ഡു യുവർ റിസർച്ച്, ഫൈൻഡ് ഔട്ട് യുവർ സ്കിൽ, ആക്റ്റീവ് ഓൺ ലിങ്ക്ഡിൻ. അഗെയിൻ പറയുന്ന പോലെ യു വിൽ ലാൻഡ് അപ്പ് ഇൻ എ ജോബ്. വെരി ഈസി. ബിടെക് ബ്രോ.